നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴായിട്ട് വേറെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ മറ്റ് കുറച്ച് മിസ്റ്റേക്സ്, അതായത് കോമൺ ആയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കണ്ടേക്കാവുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ടവ. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്കിൻ ഒന്ന് പ്രിപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒട്ടും എഫക്റ്റീവ് ആയിരിക്കില്ല. ഈ പ്രിപ്പറേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, ടോണർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു നല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നിങ്ങൾ മേക്കപ്പ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും നല്ല രീതിയിൽ മേക്കപ്പ് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രൈമറൊക്കെ യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് പ്രെപ്പ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ മേക്കപ്പ് ഇടാനായിട്ട്. ഇത് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇടുമ്പോൾ അത് കാണാൻ അത്ര രസം ഉണ്ടാവില്ല. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത്, നമ്മുടെ റൈറ്റ് ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാത്തത്, റൈറ്റ് ഷെയ്ഡിലുള്ള കോമ്പാക്ട് പൗഡർ സെലക്ട് ചെയ്യാത്തത്, കൺസീലർ തെറ്റായിട്ടുള്ള രീതിയിലുള്ള, അതായത് തെറ്റായ കളറിലുള്ള സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഷെയ്ഡിലുള്ള കോമ്പാക്ട് ആണെങ്കിലും കൺസീലർ ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യില്ല. ചില ആളുകൾ ബ്രഷ് ഉപയോഗിച്ചിട്ടായിരിക്കാം, ചില ആളുകൾ സ്പഞ്ച് യൂസ് ചെയ്തിട്ടായിരിക്കാം ചെയ്യുന്നത്. ഈ സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം കുറച്ച് വെറ്റായിട്ടുള്ള സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേക്കപ്പിൽ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു തെറ്റാണ്, നമ്മുടെ ഫേസിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് കാണാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കോൺടോറും ഹൈലൈറ്ററും. ഈ കോൺടോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തെറ്റായ രീതിയിലാണ് കോൺടോർ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കാണാൻ വളരെ വികൃതമായിട്ട് തോന്നിയേക്കാം. അതുപോലെ ഹൈലൈറ്റർ ടൂ മച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ അടിക്കും പോലെയൊക്കെ തോന്നാം. സോ അതുകൊണ്ട് കറക്റ്റ് എമൗണ്ടിൽ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കോൺടോറും ഹൈലൈറ്ററും യൂസ് ചെയ്യുക. ഈ ലിക്വിഡ് ആയിട്ടുള്ള ക്രീമുകളോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആ ഒരു ടൈപ്പ് ക്രീമുകളും മറ്റും നമ്മൾ പൗഡർ യൂസ് ചെയ്തതിന് ശേഷം അതിന് മേളിലിടുന്നത് അത്ര നല്ലതല്ല. പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ട്രൈ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ശരിക്കും ചെയ്യേണ്ടത്, നമ്മൾ ക്രീമോ അല്ലെങ്കിൽ ലിക്വിഡ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലാണ് പൗഡർ ഇടുന്നത്. പിന്നെ നിങ്ങളുടെ ഇത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പൗഡർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് T സോണിൽ മാത്രമാണ് ഓയിൽ പ്രൊഡക്ഷൻ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രമാണ് കുറച്ച് ഓയിലി ആയിട്ടുള്ളെങ്കിൽ അവിടെ മാത്രം പൗഡർ അപ്ലൈ ചെയ്യുക, ബാക്കി അപ്ലൈ ചെയ്യാതിരിക്കുക. ഐബ്രോസ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് വലിയ തെറ്റ് തന്നെയാണ്. നമ്മൾ ബാക്കിയുള്ള മേക്കപ്പുകളൊക്കെ ചെയ്യും, പക്ഷെ ഐബ്രോസ് നമ്മൾ ഒട്ടും വരച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഭംഗി ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമ്മൾ ആ മേക്കപ്പ് ചെയ്തതിൻ്റെ ഭംഗിയൊക്കെ അവിടെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ മസ്കാര യൂസ് ചെയ്യാതിരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മണ്ടത്തരാണ്. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നമ്മൾ ഐലൈനർ ഇട്ടില്ലെങ്കിലും കണ്ണ് ഏറ്റവും മനോഹരമാക്കുന്നത് മസ്കാര ഇടുന്നത് കൊണ്ടാണ്. സോ മസ്കാര നമ്മൾ മസ്റ്റായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നല്ല ലാഷസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിരിക്കില്ല. എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലാഷസ് ഒന്ന് കേൾ ചെയ്യുന്നതും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതും ഒക്കെ നല്ലതായിരിക്കും. ഒരുപാട് ബ്ലഷ് യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമാളിയെ പോലെ ഉണ്ടാവും. ഒരുപാട് ബ്ലഷ് യൂസ് ചെയ്യാതിരിക്കുക. ബ്ലഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ അതായത് നമ്മളിപ്പോൾ ഓരോ പ്രോഡക്റ്റും യൂസ് ചെയ്യുന്ന വിധം അനുസരിച്ച് നമ്മുടെ ഫേസിൻ്റെ ഡെഫിനിഷനെ മാറും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഫേസ് വേണ്ടത് അതിനനുസരിച്ച് മാത്രം ചേരുന്ന കളർ ബ്ലഷ് മാത്രം യൂസ് ചെയ്യുക. നല്ല രീതിയിൽ ലിപ്സ്റ്റിക് ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒഴിവാക്കേണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ലിപ്സ്റ്റിക് എടുത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്യുക, ലിപ് ലൈൻ ചെയ്യുക, അതിനുശേഷം നന്നായിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ ചുണ്ടിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്ത് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ചുണ്ട് കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ ലിപ് ലൈനറും ലിപ് ബാമും ഒരിക്കലും മറക്കാതിരിക്കുക. പ്രോപ്പർ ലൈറ്റിംഗിൽ ഇരുന്ന് മേക്കപ്പ് ചെയ്തില്ല എങ്കിലും നമ്മളുടെ മേക്കപ്പ് വളരെ ബോറായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ നാച്ചുറൽ ലൈറ്റിലിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് പുറത്തേക്ക് ഇറങ്ങിയാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ലൈറ്റിങ്
ഇരുന്നോ നമ്മൾ മേക്കപ്പ് ചെയ്യുക. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ രീതിയിലായിരിക്കും നമ്മുടെ മേക്കപ്പ് കാണുന്നുണ്ടാവുക. സോ അങ്ങനെ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ്. ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മേക്കപ്പ് ചെയ്യുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. സോ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മെയിൻ കാര്യം, പല ആളുകളും ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രോഡക്റ്റുകളുടെ എക്സ്പയറി ഡേറ്റ് നോക്കാതെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഫേസിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ ഇത്തരം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്താലും അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പും നന്നായിരിക്കും, നമ്മുടെ സ്കിന്നും നന്നായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ബ്യൂട്ടി ടിപ്സുകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.